പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അവസാനമാകുമോ എന്ന ചോദ്യങ്ങളും പ്രതീക്ഷകളും ഇപ്പോൾ ഉയരുമ്പോൾ യുദ്ധത്തിൽ വൻ ട്വിസ്റ്റുകൾ നടക്കുന്നതായിട്ടുള്ള വിലയിരുത്തൽ പുറത്തുവരുന്നു. യുദ്ധവിമാനങ്ങളുമായി പാക് സൈന്യം സൗദിയിലേക്ക് എത്തിയതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുകയാണ്. എന്നാൽ ഈ രാജ്യത്തേക്ക് ഇപ്പോൾ എന്തിനാണ് ഇത്തരത്തിലൊരു സൈന്യം അവിടേക്ക് എത്തിയതെന്ന ചോദ്യങ്ങളാണ് ഉയർന്നത്. എന്നാൽ ഇതിനായി തന്നെ വിശദീകരണം നൽകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രതിരോധ കരാറിന്റെ ഭാഗമായിട്ടാണ് പാക് സൈന്യത്തിന്റെ വരവെന്നതാണ് മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത്. 2025 സെപ്റ്റംബർ 17-ന് പാകിസ്ഥാനും സൗദിയും തന്ത്രപരമായ ഒരു പരസ്പര പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചിരുന്നു. ഈ കരാർ പ്രകാരം ഏതെങ്കിലും ഒന്നിനെതിരെയുള്ള ആക്രമണം ഇരു രാജ്യങ്ങൾക്കുമെതിരായ ആക്രമണമായി കണക്കാക്കുമെന്ന് അവർ ആ ഒരു പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിന്റെ ഒരു മുന്നോടിയായിട്ടാണോ ഈ ഒരു തരത്തിൽ സൈനിക വിന്യാസം നടത്തിയിരിക്കുന്നത് എന്നതാണ് ഇപ്പോൾ ചോദ്യങ്ങളായി തന്നെ ഉയരുന്നത്. ഇറാനെതിരെ സൗദി സൈനിക നടപടി സ്വീകരിക്കുകയാണ് എങ്കിൽ പാകിസ്ഥാനും ഒപ്പം ചേരാൻ നിർബന്ധിതരാകുമെന്നതാണ് ഈ ഒരു പ്രഖ്യാപനത്തിലൂടെ തന്നെ എടുത്തു പറയേണ്ട കാര്യം. അതേപോലെ തന്നെ പശ്ചിമേഷ്യൻ സംഘർഷത്തിനിടെ തന്നെ പാകിസ്ഥാൻ സൈനിക സംഘം അതായത് യുദ്ധവിമാനവുമായി സൗദി അറേബ്യയിലേക്ക് എത്തിയതാണ് ഇതിന് മറ്റൊരു കാര്യമായി പറയേണ്ടത്. പാക് സൈനിക സംഘം ഇവിടെ എത്തുകയും അബ്ദുൾ അസീസ് വ്യോമതാവളത്തിൽ എത്തിയതായി തന്നെ സൗദി പ്രതിരോധ മന്ത്രാലയമാണ് ഇപ്പോൾ സ്ഥിരീകരണം നടത്തിയിരിക്കുന്നത്. അതേസമയം ഇറാൻ US സംഘർഷത്തിൽ പാകിസ്ഥാൻ മധ്യസ്ഥത വഹിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നതാണ് ഈ വാർത്ത പുറത്തു വരുന്നതിന് പിന്നാലെയുള്ള ശ്രദ്ധേയമായ മറ്റൊരു കാര്യം. US-മായുള്ള സംഘർഷത്തിനിടെ തന്നെ ഇറാൻ നിരവധി തവണ സൗദിയിലെ കേന്ദ്രങ്ങൾക്ക് നേരെ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. പാകിസ്ഥാൻ വ്യോമസേനയുടെ യുദ്ധവിമാനങ്ങൾ, അതുപോലെ സ്പോർട്ടിംഗ് വിമാനങ്ങൾ എന്നിവയുമായിട്ടാണ് ഇപ്പോൾ പാക് സൈന്യം എത്തിയതെന്നതാണ് സൗദി മന്ത്രാലയം പ്രസ്താവനയിലൂടെ തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇരു രാജ്യങ്ങളിലെയും സൈനികർക്കിടയിൽ സംയുക്ത സൈനിക ഏകോപനം മെച്ചപ്പെടുത്തുക, പ്രവർത്തന സജ്ജീകരണം വർദ്ധിപ്പിക്കുക എന്നിവയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യമായി തന്നെ ഈ പ്രസ്താവനയിലൂടെ അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. അതേസമയം US-ഉം ഇറാനും തമ്മിലുള്ള ചർച്ചകൾ പാകിസ്ഥാന്റെ മധ്യസ്ഥതയിൽ ഇസ്ലാമാബാദിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ചർച്ചയുടെ ഭാഗമായി ഇറാൻ US പ്രതിനിധി സംഘങ്ങൾ വെവ്വേറെയായി തന്നെ പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇരു പ്രതിനിധി സംഘങ്ങളും നേരിട്ട് ചർച്ചകൾ നടത്തുമോ എന്നതിൽ വ്യക്തത വന്നിട്ടില്ല. ഇതിനിടെ തന്നെ UAE-യിലും അതേപോലെ തന്നെ ഖത്തറിനും അടക്കമുള്ള ഇറാൻ നിക്ഷേപങ്ങൾ വിട്ടു നൽകാൻ US സമ്മതിച്ചതായി തന്നെ ഇറാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ US ഉദ്യോഗസ്ഥർ ആകട്ടെ ഇത് നിഷേധിച്ചതായിട്ടാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.